ഡിപ്രഷൻ എന്ന വാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു വാക്കാണല്ലോ ഡിപ്രഷൻ എന്നുള്ള വാക്ക്. മാത്രമല്ല കുട്ടികൾ ഷെയർ ചെയ്യണത് പണ്ടൊക്കെ പാരന്റ്സിനോടൊക്കെ ഷെയർ ചെയ്തിരുന്ന കുട്ടികൾ ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ വേറെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രസൻസിന് എനിക്ക് തോന്നുന്നു സാന്നിധ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാന്നിധ്യത്തിനൊരു പ്രാധാന്യം ഭയങ്കര തന്നെയല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മൊബൈലിലേക്ക് നോക്കുന്നില്ല എന്നുള്ളത്. സഹിഷ്ണുത കുറയാൻ കാരണം വാല്യൂസ് കുറയുന്നതുകൊണ്ടാണല്ലോ. നോക്ക്, നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യരൊന്നും എല്ലാ കാലവും നമ്മളുടെ ഒപ്പം ഉണ്ടാവില്ല. നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും വാല്യൂബിൾ നമ്മുടെ ടൈം തന്നെയാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗീതാ ആചാര്യനായ സജി നിസാനാണ്. സർ, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സഹിഷ്ണുത കുറവാണെന്ന് പറയാറുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും സഹിഷ്ണുതയും ഭഗവത്ഗീതയും ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊരു ബന്ധം ഉണ്ടാക്കാം. നമ്മളൊരു എപ്പോഴും ഞാൻ ഭഗവത്ഗീത ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡിപ്രഷൻ എന്ന വാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു വാക്കാണല്ലോ ഡിപ്രഷൻ എന്നുള്ള വാക്ക്. ശരിക്കും നമ്മളുടെ സംസ്കൃതത്തിൽ ഡിപ്രഷൻ എന്നുള്ളൊരു വാക്കില്ല. അങ്ങനെ ഒരു വാക്ക് സംസ്കൃതത്തിലില്ല. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, പണ്ട് ഭാരതത്തിൽ അങ്ങനെ ഒരു സംഭവം ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉണ്ടാവാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നമ്മൾ കേൾക്കായിരുന്നത്, ഡിപ്രഷൻ സംസ്കൃതത്തിൽ കേൾക്കുന്നത്. ഇപ്പോൾ ഡിപ്രഷനിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടെലിവിഷന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, എലിസബത്ത് ചിലപ്പോൾ ഓർക്കുണ്ടാവില്ല ആ കാലഘട്ടം, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ടെലിവിഷൻ വരുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം എനിക്കറിയാം, ടെലിവിഷൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കും. അയൽവക്കത്തു നിന്നൊക്കെയുള്ള ആൾക്കാർ വരും നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് നമ്മൾ പോകും. വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ലല്ലോ, ഒരു എന്റർടൈൻമെന്റും ഇല്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടിയെന്ന് സംസാരിക്കും. അപ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയും, അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ അവരുടെ സന്തോഷങ്ങൾ പറയും, അവരുടെ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് പറയും. ചില ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, അതൊരു നല്ല മനസ്സ് തുറന്നുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോപ്പാമിൻ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഒരു പരസ്പരം ആശ്വസിപ്പിക്കലും പരസ്പരം എൻകറേജ് ചെയ്യലും, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവൊക്കെ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കലും, അതൊരു ഭയങ്കര ഒരു കൗൺസിലിംഗ് പോലെയാണ് എല്ലാ ദിവസവും വീടുകളിൽ സംഭവിച്ചിരുന്നത്. അത് അങ്ങനത്തെ ഒരു തലമുറ നിന്നാണ് നമ്മൾ ഉണ്ടായിരുന്നു പണ്ടോടെ. ഇപ്പോഴത്തെ തലമുറക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് TV വന്നു, ടെലിവിഷൻ വന്നതോടുകൂടി ഈ അയൽവക്കക്കാരൊക്കെ അങ്ങോട്ട് സ്വന്തം വീടുകളിൽ ഒതുങ്ങാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മുഴുവനും ടിവിയുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ഒരു ഗ്യാതറിംഗ് ടെലിവിഷന്റെ മുമ്പിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് അവർ കാണാൻ തുടങ്ങി, ഒരുമിച്ചിരുന്ന്. അങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാർ തമ്മിലെങ്കിലും ഉണ്ടായി തുടങ്ങി. പക്ഷെ മൊബൈൽ വന്നതോടുകൂടി എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടേതായിട്ടുള്ള ലോകത്തേക്ക് ഒതുങ്ങി, ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. നമ്മുടെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങി. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ, ഇപ്പം ഞാൻ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എൻ്റെ ഭാര്യ കാണാം, എൻ്റെ കുട്ടികൾ കാണാം, ഓരോരുത്തരും ഓരോ രീതിയിൽ ആ ലോകത്തേക്ക് ഒതുങ്ങിയപ്പോൾ പരസ്പരം ഇന്ററാക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായി. ഈ കമ്മ്യൂണിക്കേഷൻ കുറയുന്നതോടുകൂടി തന്നെ നമ്മൾ ഷെയറിങ് കുറയാൻ തുടങ്ങി. മാത്രമല്ല കുട്ടികൾ ഷെയർ ചെയ്യണത് പണ്ടൊക്കെ പാരന്റ്സിനോടൊക്കെ ഷെയർ ചെയ്തിരുന്ന കുട്ടികൾ ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അവരെ പോലെ തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരായിട്ട് അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് സൊല്യൂഷനിലേക്ക് അവർ വരണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ വലുതാവാൻ തുടങ്ങി. നമ്മുടെ പ്രശ്നങ്ങൾ വലുതാവാൻ തുടങ്ങി എന്നുള്ളത് ഒരു ഭയങ്കര പോയിന്റ് ആണ്. കാരണം നമ്മൾ വേറെ ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. എന്റെ പ്രശ്നം വലിയ പ്രശ്നം എന്നുള്ള, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഇതുപോലെ എനിക്കും ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ എന്നോട് ഒരു കുട്ടി ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, പക്ഷെ ആ കുട്ടിക്ക് അത് വലിയ കാര്യങ്ങളാണ്. അപ്പൊ ഒരു കൗൺസിലിംഗ് പോലെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2 കാര്യങ്ങൾ പറയാം. വേറൊരു കുട്ടിയുടെ പറഞ്ഞു കൊടുത്തപ്പോൾ പറയണം, ഓ സാറേ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്റെ പ്രശ്നം എത്ര നിസ്സാരമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ ഭയങ്കര വലുതായിട്ട് തോന്നുന്നത് മുഴുവനും അത് മാത്രം ആലോചിച്ച് ഇതാണ് ഈ ലോകത്തെ ഏറ്റവും പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വേറെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങനെ ഒരു ഇന്ററാക്ഷനും നമുക്ക് ഇല്ലാതെ പോകുന്നു. ശരിക്കും പറയാണ്, സത്യം പറഞ്ഞാൽ സോഷ്യലൈസിങ് കംപ്ലീറ്റ്ലി കട്ടായി. നമുക്ക് ഹെൽത്തി സോഷ്യലൈസിങ് നമുക്കില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിട്ട്
ഈ മൊബൈൽ ചാറ്റിങ്ങും ഒരിക്കലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ചാറ്റിങ്ങിനും ആ ഫിസിക്കൽ പ്രസൻസിന്റെ സുഖം തരില്ല കേട്ടോ. അത് എത്ര വന്നാലും ഓഫ് കോഴ്സ്. അതെ അതെ കറക്റ്റ് തീർച്ചയായിട്ടും. അല്ലേ? അത് തന്നെയുമല്ല, പലപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന ആ മെസ്സേജിന്റെ ശരിക്കുള്ള ഒരു ഇമോഷൻ ആയിരിക്കില്ല അവർക്ക് അവിടെ കിട്ടുന്നത്. എക്സാക്ട്ലി അത് വളരെ എലിസബത്ത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മളിപ്പോ വെറുതെ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിച്ചോ ഇല്ല എന്ന് പറയുമ്പോ നമ്മൾക്ക് ആ ഉള്ളിലുള്ള ഫീലിങ്സ് കണ്ണിൽ നോക്കുമ്പോൾ കറക്റ്റ് എന്താന്നുള്ളത് മനസ്സിലാവും, ആ കരുതൽ എന്താന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ അതൊരു ഒരു ഒരു പ്ലെയിൻ മെസ്സേജിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഒരുപാട് വരാം. അതെ അതെ, അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതെ അതെ, കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്രസൻസിന് എനിക്ക് തോന്നുന്നു സാന്നിധ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാന്നിധ്യത്തിന് ഒരു പ്രാധാന്യം ഭയങ്കര തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ സാന്നിധ്യങ്ങളിൽ നമ്മളുടെ കൂട്ടായ്മകൾ നമുക്ക് അത്യാവശ്യമാണ് ശരിക്കും. അപ്പൊ ഈ മൊബൈൽ ഫോൺ അങ്ങനത്തെ ഒരു കുഴപ്പത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു ബോധപൂർവ്വം, ഇപ്പൊ ഞാൻ പലപ്പോഴും കാണുന്നത്, നമ്മൾ ഒരു ഫാമിലി തന്നെ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണെങ്കിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ ഇല്ല. അവര് അപ്പോഴും ഒരു മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയാണ്. നമ്മൾ എന്തൊരു ഡിസ്റെസ്പെക്ട് ആണെന്ന് അറിയാം. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നത്, ഇതിലും ഒരു അപമാനം, ഒരു ഇൻസൾട്ട് വേറെ ഇല്ല. കറക്റ്റ് അല്ലേ? അപ്പോൾ അയാളെ ഒരു ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു മൊബൈൽ മാറ്റി വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ മര്യാദ അപൂർവം ആൾക്കാരെ കാണിക്കാറുള്ളൂ കേട്ടോ. ചില ആൾക്കാർ ഒരു അത്യാവശ്യ കാര്യം കേട്ടോ, എത്ര അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും ആ വന്ന് നിൽക്കുന്ന ആൾക്കൊരു ബഹുമാനം കൊടുക്കണം നമ്മളിൽ. കറക്റ്റില്ല? അപ്പൊ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്ന ആൾ, അല്ലെ നമ്മളെ കാണാൻ നമ്മുടെ ഓഫീസിൽ വന്ന ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കി ഇടക്കിടക്ക് നോക്കി, അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നതനുസരിച്ചിട്ട് അയാൾക്കും നമ്മളിലുള്ള താല്പര്യം കുറയും, അല്ലെങ്കിൽ അയാൾക്കും തോന്നും അയാൾക്ക് വാല്യൂ കുറവാണെന്നുള്ളൊരു ഫീലിംഗ് വരും. അല്ലെ? കറക്റ്റില്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മൊബൈലിലേക്ക് നോക്കുന്നില്ല എന്നുള്ളത്. ഞാൻ മൊബൈൽ എത്ര നേരത്തേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എമർജൻസി കോൾസ് വരുമ്പോൾ നമ്മൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. പക്ഷെ നമ്മൾ ഇതിനോടുള്ള ഒരു അഡിക്ഷൻ കാരണം നമ്മൾ വളരെ ക്ലിയർ മെസ്സേജ് കൊടുക്കുകയാണ്, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് താല്പര്യം എന്റെ മൊബൈലിനോടാണെന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് ഇങ്ങനെ ഈ ഒരു ജനറേഷന്, ഈ ഒരു സഹിഷ്ണുത കുറഞ്ഞ ഒരു ജനറേഷൻ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു ഗീതോപദേശം കൊടുത്താൽ അതെന്തായിരിക്കും? അല്ല, ഈ സഹിഷ്ണുത കുറയാൻ കാരണം വാല്യൂസ് കുറയുന്നതുകൊണ്ടാണല്ലോ. ഓഫ് കോഴ്സ് അത് എവിടെയാണ് വാല്യൂ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല, എന്താണ് വാല്യൂബിൾ എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ ഗീതോപദേശം ആയിട്ടോ എങ്ങനെ വേണേലും എടുക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യരൊന്നും എല്ലാ കാലവും നമ്മളുടെ ഒപ്പം ഉണ്ടാവില്ല. നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, അതേപോലുള്ള ലെവലിലുള്ള മറ്റാരോയിക്കോട്ടെ, ഇവരൊക്കെ ചിത്രങ്ങളായിട്ട് നമ്മുടെ ചുവരുകളിൽ തൂങ്ങുന്ന ഒരു കാലം തീർച്ചയായിട്ടും വരും. അപ്പൊ നമുക്ക് തോന്നും, അപ്പൊ നമുക്ക് ഒരുപാട് വേദനയോടുകൂടി ചിലപ്പോൾ നമ്മൾ ആലോചിക്കും കുറെ കൂടി. അപ്പൊ നമ്മൾ അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഇത് വാങ്ങിച്ചു കൊടുക്കായിരുന്നുള്ള ചിന്ത അല്ലട്ടോ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരിക. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത മുഴുവനും അവരുടെ ഒപ്പം കുറച്ചും കൂടി സമയം ചെലവഴിക്കാമായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചിന്ത അയാൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഇത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു എന്നുള്ള ചിന്തയല്ല. നമ്മളുടെ ഏറ്റവും കൂടുതൽ ചിന്ത നമുക്ക് വരുന്നത് നമ്മുടെ ടൈം കുറച്ചും കൂടി അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും വാല്യുബിൾ നമ്മുടെ ടൈം തന്നെയാണ്. ആ ടൈം നമ്മൾ കൊടുക്കാതെ ആ ടൈമിന്റെ ഒരു മെജോറിറ്റിയും കൊണ്ട് മൊബൈൽ ഫോൺ പോവുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ പിന്നീട് ഭയങ്കര ദുരന്തങ്ങളിലേക്കും ഡിപ്രഷനിലേക്കും കുറ്റബോധങ്ങളിലേക്കും എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ജനറേഷൻ ശരിക്കും അവർ അഡിക്റ്റഡ് ആണ്, ഈ ഒരു ഗാഡ്ജറ്റുമായിട്ട് അഡിക്റ്റഡ് ആണ്. പലപ്പോഴും അവർക്ക് ഫോൺ ഇല്ലാതെ ഫുഡ് കഴിക്കാനുള്ള ഒരു അതുപോലും ഇല്ല. അങ്ങനെ ഒരു കാര്യം പോലും, ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ഫോൺ എവിടെന്നാണ് ഈ ഞാൻ ഇത് ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ ഭയങ്കര ഗംഭീരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ ജനറേഷന്റെ ഏറ്റവും വലിയ കഴിവ് മൾട്ടി ടാസ്കിങ് ആണ്. അതായത് ഒരേ സമയം ഫോൺ നോക്കാൻ പറ്റുന്നു, ഒരേ സമയം TV കാണാൻ പറ്റുന്നു, ഒരേ സമയം സംസാരിക്കാൻ പറ്റുന്നു, അതേസമയം ഭക്ഷണം കഴിക്കാനും പറ്റുന്നു. അങ്ങനെ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടെന്നുള്ളത് വലിയ കാര്യം പോലെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഓഫ് കോഴ്സ് അതൊരു കഴിവ് തന്നെയാണ്. ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ലേ, ഒരു വാല്യൂ എന്ന് പറയുന്ന സാധനമില്ലേ? ഇല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനോടൊരു വാല്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം, അതാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മുടെ സംസ്കാരം. അത് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി കഴിക്കുക. കാരണം ഇപ്പോൾ ഈ അടുത്തൊരു പഠനം പറയുന്നത് നമ്മൾ വെള്ളത്തിനൊരു ലൈഫ് ഉണ്ടെന്നാണ്. ഇല്ല, ശരിയല്ലേ? ഇപ്പൊ വെള്ളം നമ്മള് അടുത്ത പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പൊ കുടിക്കുന്ന വെള്ളം അടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ പിന്നെ ആ വെള്ളം കുടിക്കരുതെന്നാ പറയണേ.
അതെ അതെ ആ ദേഷ്യത്തിന്റെ എഫക്റ്റ് വാട്ടറിന് ഒരു മെമ്മറി മെമ്മറി ഉണ്ട്, ആ മെമ്മറി ഉണ്ട്, അതിന്റെ മോളിക്യൂൾസിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശബ്ദം, നമ്മുടെ ചിന്തകളൊക്കെ അതിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഭക്ഷണത്തിന്റെ ഒരു 80% ജലമായതുകൊണ്ട്. അപ്പോൾ ഇത് വളരെ വാല്യുബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിനെയാണ് നമ്മൾ കഴിക്കുന്ന പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് കഴിക്കുന്നതിനോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. നമ്മൾ ഈ പലതിന്റെ ഇടയിൽ ഒരു പ്രക്രിയ പോലെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഫോൺ നോക്കാതെ ഭക്ഷണം കഴിക്കാനേ പറ്റാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ TV കാണാതെ ഭക്ഷണം, അത് എല്ലാം മാറ്റി വെച്ചിട്ട് അല്പം സമയം ഇതിനു വേണ്ടിയിട്ടൊക്കെ അല്ലേ നമ്മൾ ജീവിക്കണേ. നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് വേണ്ടി പാചകം ചെയ്ത് തന്നവരോടുള്ള ഒരു കൃതജ്ഞത, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഇത്തരം അഡിക്ഷൻസ് കൊണ്ട് മിസ് ചെയ്യണം. അല്ലേ? കറക്റ്റ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും.